ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് കാർമിക് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാം? നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം കാർമിക് റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണോ? നിങ്ങളുടെ ബന്ധം വേദനകൾ മാത്രം തരുന്നതാണോ? എന്താണ് കാർമിക് റിലേഷൻഷിപ്പ്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മത്തെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന വ്യക്തികളെയാണ് നമ്മൾ കാർമിക് റിലേഷൻഷിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ തെറ്റായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തില് ചില വ്യക്തികളിൽ നിന്നും തെറ്റായിട്ടുള്ള പല ദുരനുഭവങ്ങൾ വരും എന്നുള്ളതാണ് കാർമിക് റിലേഷൻഷിപ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതൊരു ഗുരു ആണെന്ന് പറയാം. അതായത് നമ്മുടെ യഥാർത്ഥ അനുഭവങ്ങളാണല്ലോ ഗുരു അല്ലെങ്കിൽ ഗുരുക്കന്മാരെന്ന് പറയുന്നത്. അങ്ങനെ കാർമിക് റിലേഷൻഷിപ്പിൽ പെടുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവര് നമുക്ക് വേദന തരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇന്നർ സ്ട്രെങ്ത്, അതായത് നമ്മുടെ ഉൾശക്തി കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. ഇതെല്ലാമാണ് കാർമിക് റിലേഷൻഷിപ്പിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുന്നത് ഡിവൈൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. അതായത് നമ്മുടെ അപ്പർ ചക്രാസ് ആയിട്ട് കണക്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവയൊക്കെ. എന്നാൽ കാർമിക് റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മുടെ ലോവർ ചക്രാസ് ആണ്. അതായത് മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപ്പൂര ചക്രം, ഈ ബേസ് ചക്രയിൽ വരുന്ന കാര്യമാണ് കാർമിക് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു അട്രാക്ഷൻ നമുക്ക് തോന്നാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ് ആ ഒരു വ്യക്തിയുമായിട്ട്. ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാർമിക് റിലേഷൻഷിപ്പ് ആണോ അതേ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷനോ ട്വിൻ ഫ്ലെയിം കണക്ഷനോ ആണോ എന്ന് മനസ്സിലാക്കാം. അപ്പോ കാർമിക് റിലേഷൻഷിപ്പിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. അതായത് നിങ്ങളുടെ കാർമിക് റിലേഷൻഷിപ്പിനെ കണ്ടെത്തുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കണക്ട് ആകും. അതായത് പെട്ടെന്ന് തന്നെ എത്രയോ കാലമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയെ പോലെ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകും. കാരണം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ എന്ന് പറയുന്നത് നമുക്കൊരു വ്യക്തിയുടെ രൂപമൊക്കെ കണ്ടിട്ട് അതിലോട്ട് ഒരു അട്രാക്ഷൻ തോന്നുന്നതാണല്ലോ. ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ട്, അതായത് മുൻപ് പറഞ്ഞതുപോലെ ഇവിടെ ലോവർ ചക്രാസ് പ്രധാനമായിട്ടും സ്വാധിഷ്ഠാന ചക്രം അല്ലെങ്കിൽ സെക്ഷുവൽ ചക്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊരു അട്രാക്ഷൻ തോന്നും ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ കാണുന്ന സമയത്ത്. അങ്ങനെ തോന്നുകയാണെങ്കിൽ അതിനെ നമുക്ക് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് എന്തോ ഒരു കാര്യം സംതിങ് ഓഫ് എന്ന് പറയാം. അതായത് നമ്മളെല്ലാവരും ഒരു റിലേഷൻഷിപ്പിൽ ആകുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കും. അതായത് ഒരു കെയറിങ്ങും ഒരു പ്രൊട്ടക്ഷനും സപ്പോർട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഒരു റിലേഷൻഷിപ്പിൽ. എന്നാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ എന്നാൽ ഈ ഒരു കാർമിക് റിലേഷൻഷിപ്പിൽ നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന കെയറിങ്ങോ സപ്പോർട്ടോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് അവരിൽ നിന്നും ആ ഒരു ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അതുപോലെ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈ വ്യക്തിയെ ഞാൻ എവിടെയോ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട് മുൻപ്, അല്ലെങ്കിൽ ഇവരുമായിട്ട് എനിക്ക് എന്തൊക്കെയോ കണക്ഷൻ മുൻപുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാകും. വർഷങ്ങളോളം പരിചയപ്പെട്ട വ്യക്തിയായിട്ട് നമുക്ക് ആ വ്യക്തിയുമായിട്ട് ഇടപെടുന്ന സമയത്ത് തോന്നുകയാണെങ്കിൽ അതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് അല്ലെങ്കിൽ ആകാനുള്ള സാധ്യതകളുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഡ്രാമ ആൻഡ് കോൺഫ്ലിക്റ്റ്. അതായത് നാടകീയമായിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കത് കാണാനിടയാകും. അതായത് നിങ്ങൾക്ക് അവരുമായിട്ട് ഇടപെടുന്ന സമയത്ത് അവർ ജെനുവിനായിട്ട് തോന്നില്ല, ജെനുവിനോ ട്രസ്റ്റ് വർത്തിയോ ആയിട്ടൊന്നും തോന്നില്ല. അവർ നിങ്ങളെ മുൻപിൽ അഭിനയിക്കുന്നത് പോലെയായിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നത്. അതായത് ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അവർ നമ്മളോട് പെരുമാറുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആ വ്യക്തി ജെനുവിൻ ആയിട്ടും ട്രസ്റ്റ് വർത്തി ആയിട്ടും ആണെന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ, അവർ അഭിനയിക്കുകയാണെങ്കിൽ അതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്.
അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് ദേ ബ്രിങ് ഔട്ട് യുവർ ഷാഡോസ്. അതായത് നമ്മൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ വേണ്ട എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതായത് ചിലപ്പോൾ നമുക്ക് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന വ്യക്തികളെ നമുക്ക് ഇഷ്ടമല്ലായിരിക്കും. എന്നാൽ നിങ്ങൾ കാർമിക് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും അത്തരം ക്വാളിറ്റീസ്, അതായത് നമ്മൾ ഇഷ്ടപ്പെടാത്ത അത്തരം ക്വാളിറ്റീസ് ഉള്ള വ്യക്തിയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് ദീസ് കണക്ഷൻസ് ഫീൽസ് ഹെവി. അതായത് നിങ്ങൾ ഒരു കാർമിക് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ വരുന്നത്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഷോൾഡറിൽ എന്തോ വലിയൊരു ഭാരം എടുത്തു വെച്ചതുപോലെ അല്ലെങ്കിൽ തൂക്കിയിടുന്നത് പോലെയൊക്കെ ഒരു ഫീലിങ്സ് ആയിരിക്കും എപ്പോഴും കിട്ടുന്നത്. കാരണം നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക, അതോടൊപ്പം തന്നെ നിങ്ങളെ വാല്യൂ ചെയ്യാതെ ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊരു കാർമിക് റിലേഷൻഷിപ്പിന്റെ ഒരു സൈനായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. കാരണം ട്വിൻ ഫ്ലെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആയിക്കോട്ടെ, അതിലെല്ലാം തന്നെ നമുക്ക് നല്ല സൈഡ്സിനെ അതായത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നല്ല നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ട്വിൻ ഫ്ലെയിം ആയാലും സോൾ ഫ്ലെയിം കണക്ഷൻ ഒക്കെ ആയാലും. എങ്കിൽ കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് സപ്പോർട്ട് ഒന്നും അവിടെ നിന്നും കിട്ടില്ല, മറിച്ച് നിങ്ങൾക്കൊരു ഭാരമായിട്ട് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത് പാഷനേറ്റ് എനർജി. അതായത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇത് ലോവർ ചക്രയുമായിട്ട് കണക്ട് ചെയ്യുന്നത് കാരണം സെക്ഷുവൽ ചക്ര എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫിസിക്കൽ നീഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് നിങ്ങൾ ഒരു കാർമിക് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ പ്രണയിക്കുന്നതിന് മുന്നേ തന്നെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ. കാരണം സെക്ഷൽ ചക്ര ബേസിക്കലി സെക്സുമായിട്ടും അതോടൊപ്പം ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാർമിക് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു ഫിസിക്കൽ കണക്ഷൻ ആണ് പെട്ടെന്ന് തോന്നുക. ഒരു സ്പിരിച്വൽ കണക്ഷൻ ഒരു രീതിയിലും നിങ്ങൾക്ക് ഏർപ്പെടാൻ അവിടെ കഴിയില്ല. അവിടെ നിങ്ങൾ സെക്ഷുവൽ ആ ഒരു ഇതായിരിക്കും, അല്ലാതെ ഹൃദയങ്ങൾ കൈമാറാൻ സാധിക്കില്ല, മറിച്ച് നിങ്ങൾ കൈമാറുന്നത് നിങ്ങളുടെ ശരീരമായിരിക്കാം. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് ലാക്ക് ഓഫ് സേഫ്റ്റി. അതായത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് ഈ ഒരു കാർമിക് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു സുരക്ഷിതത്വവും ഉണ്ടായിരിക്കുകയില്ല. അതായത് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല. കാരണം നമ്മൾ എല്ലാവരും ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ നമുക്കൊരു സുരക്ഷിതത്വം നമ്മൾ ആഗ്രഹിക്കും, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ എപ്പോഴും അരക്ഷിതാവസ്ഥയിലായിരിക്കും. അതായത് ഈ റിലേഷൻഷിപ്പ് എന്നെ വിട്ടു പോകുമോ, ഈ റിലേഷൻഷിപ്പ് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ വിട്ട് പോകേണ്ടതാണ് എന്നുള്ള ഒരു ചിന്തയായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും തോന്നുക. അതായത് ഒരു എക്സെല്ലിൽ നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്, അതായത് ഒരു മുട്ടയുടെ തോടിൽ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് എത്ര സേഫ്റ്റി ഉണ്ടായിരിക്കും, പേടിയായിരിക്കില്ല, അതേപോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. അതായത് ഒരു ബന്ധത്തിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു സുരക്ഷിതത്വമാണ്. നമ്മുടെ പങ്കാളി നമ്മുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയിൽ നിന്നും നമുക്ക് ആവശ്യമായ സപ്പോർട്ട് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസമായിരിക്കും നമുക്ക് എല്ലാ റിലേഷൻഷിപ്പിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കാർമിക് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സുരക്ഷിതത്വം ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് എപ്പോഴും ഒരു ഭയം, ആ ഒരു രീതിയായിരിക്കും. അതാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് ഹാർഡ് ടു റിയലൈസ്. അതായത് കാർമിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനോ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷനോ എന്നൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾ നോക്കേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് ഏത് തരം ഫീലിങ്സ് ആണ് നിങ്ങൾ ആ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് ഇടപെടുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നത് എന്നാണ്. സന്തോഷമാണോ അല്ലെങ്കിൽ വേദനയുള്ള കാര്യമാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് വിലയിരുത്തുക. ഈ ഒരു കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് നമ്മളുടെ കൂടെ നിൽക്കില്ല, ഒരു കുറച്ചു കാലം മാത്രം നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്.
എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനെ എങ്ങനെ ഹീൽ ചെയ്യാം, ഇതിൽ നിന്നും ഇതിൽ നിന്നും ഉണ്ടായ വേദന നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ പറയുന്നതായിരിക്കും. എല്ലാവർക്കും സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.